ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 9ലെ ക്ഷിതിജ് പാഠ്യപുസ്തകത്തിലെ സാവ്ലെ സപ്നോ കി യാദ് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. जाबिर हुसैन का जन्म सन 1947 में गांव नौनही राजगीर ज़िला नालंदा बिहार में हुआ. അപ്പോൾ ജാബിർ ഹുസൈൻ സാവ്ലെ സപ്നോ കി യാദ് എന്ന പാഠത്തിൻ്റെ ലേഖകനാണ്. അപ്പോൾ ജാബിർ ഹുസൈൻ്റെ ജനനം 1945 നൗനഹി രാജ്ഗീർ എന്ന ഗ്രാമത്തിൽ, ബീഹാറിലെ ജില്ല നാളന്ദ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അംഗ്രേസി ഭാഷ एवं സാഹിത്യ के प्राध्यापक रहे. ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പ്രൊഫസറായിരുന്നു. സക്രിയ രാജനീതി में भाग लेते हुए 1977 में मुंगेर से बिहार विधानसभा के सदस्य निर्वाचित हुए. അപ്പോൾ സക്രിയ രാജനീതി, ആക്റ്റീവായിരുന്നു പൊളിറ്റിക്സിൽ. പിന്നെ 1977 അദ്ദേഹം ഇലക്ഷന് നിൽക്കുകയും അങ്ങനെ മുംഗേറിൽ നിന്നും ബീഹാർ വിധാൻസഭ, ബീഹാർ നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പർ ആവുകയും അങ്ങനെ ഇലക്റ്റായിട്ട് മന്ത്രി ആവുകയും ചെയ്തു. वर्ष 1995 में बिहार विधान परिषद के सभापति हुए. അപ്പോൾ 1995 ബീഹാർ വിധാൻ പരിഷത്ത്, അതായത് ബീഹാറിലെ നിയമസഭ കൗൺസിൽ അല്ലേ, ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ സഭാപതി, ചെയർമാനായിട്ട് മാറുകയും ചെയ്തു. जाबिर हुसैन हिंदी, उर्दू तथा अंग्रेज़ी तीनों भाषाओं में समान अधिकार के साथ ലേഖൻ करते रहे. ഒരുപോലെ, അതായത് ഹിന്ദി, ഉറുദു ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും 3 ഭാഷയിലും ഒരുപോലെ അദ്ദേഹം തൻ്റെ ലേഖനങ്ങളിൽ ഈ 3 ഭാഷകളും ഉൾപ്പെടുത്തിയിരുന്നു. उनकी हिंदी रचनाओं में जो आगे हैं डोला बीबी का मज़ार, अतीत का चेहरा, लोंगा, एक नदी रेत भरी प्रमुख हैं. ഇത്രയും രചനകളാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ളത്. പിന്നെ अपने लंबे राजनीतिक सामाजिक जीवन के अनुभवों में उपस्थित आम आदमी के संघर्षों को उन्होंने अपने साहित्य में प्रकट किया है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൽ അതായത് രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ജീവിതത്തിലെ അനുഭവങ്ങളിൽ അദ്ദേഹം കണ്ടുമുട്ടാനിടയായ അല്ലെങ്കിൽ കാണാനിടയായ കാര്യങ്ങൾ, ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിത സംഘർഷങ്ങൾ, അതൊക്കെ അദ്ദേഹം തൻ്റെ സാഹിത്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. संघर्षत आम आदमी और विशिष्ट व्यक्तियों पर लिखी गई उनकी डायरियाँ ചർച്ചിത് പ്രശംസിത് हुई हैं. സംഘർഷിത ആദ്മി, സ്ട്രഗിൾ ചെയ്യുന്ന സാധാരണ മനുഷ്യരും പിന്നെ വിശിഷ്ട വ്യക്തികളുടെയും ഒക്കെ ഡയറികൾ അദ്ദേഹം ഡയറികളിലായിട്ട് അദ്ദേഹം അവരെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രശംസനീയമാണ്. जाबिर हुसैन ने डायरी विधा में एक अभिनव प्रयोग किया है जो अपनी प्रस्तुति शैली और शिल्प में नवीन है. അപ്പോൾ ജാബിർ ഹുസൈൻ ഒരു ഡയറി എഴുതുന്ന രീതിയിലാണ് തൻ്റെ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് കൂടുതലും. അപ്പോൾ അഭിനവ് എന്ന് പറഞ്ഞാൽ പുതിയ രീതിയിലുള്ള പുതിയ തരത്തിലുള്ള ഒരു പ്രയോഗമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, മറ്റുള്ളവരിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട്. അപ്പോൾ അപ്നി പ്രസ്തുതി ശൈലി ഓർ ശില്പമേ നവീന, അത് അദ്ദേഹത്തിൻ്റെ ആ പ്രസൻറ്റേഷനും ആ ശൈലിയും എല്ലാം എന്താണ്, ആ ശില്പം, എന്താണ് ആർട്ട് അല്ലേ, അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ രചനയാണ്. प्रस्तुत पाठ जून 1987 में प्रसिद्ध पक्षी विज्ञानी सालिम अली की मृत्यु के तुरंत बाद डायरी शैली में लिखा गया संस्मरण है. അപ്പോൾ ഈ പാഠം ജൂൺ വർഷം 1987 ഒരു പ്രസിദ്ധ പക്ഷി വിജ്ഞാനി, അതായത് പക്ഷി ശാസ്ത്രജ്ഞനായിട്ടുള്ള സാലിം അലിയുടെ മൃത്യു, അതായത് അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ അതിന് ശേഷം ഡയറി ശൈലിയിൽ, ഡയറി എഴുതുന്ന രീതിയിൽ അദ്ദേഹം എഴുതിയ, അതായത് ലേഖകൻ എഴുതിയ ഒരു സംസ്മരണമാണ്. സംസ്മരണം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു എന്തെങ്കിലും ഞങ്ങളെ ആരെങ്കിലും പറ്റി അവരെ പറ്റി ഓർത്തിട്ട് ഒരു ലേഖനം എഴുതുകയാണ്, അതിനാണ് സംസ്മരൺ എന്ന് പറയുന്നത്. അപ്പോൾ സാലിം അലി की मृत्यु से उत्पन्न दुख और अवसाद को लेखक ने सांवले सपनों की याद के रूप में व्यक्त किया है. അപ്പോൾ സാലിം അലിയുടെ ആ മരണത്തിൽ നിന്നുമുണ്ടായ ആ ദുഃഖവും ആ ഡിപ്രസ്ഡ്, അതായത് അങ്ങേയറ്റം ആ വിഷമം അല്ലേ, അത് ലേഖകൻ സാവ്ലെ സപ്നോ കി യാദ് കെ രൂപമേ, സാവ്ലെ സപ്നോ കി യാദ് എന്നതിൻ്റെ ആ രൂപത്തിൽ അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. सालिम अली का स्मरण करते हुए लेखक ने उनका व्यक्ति चित्र प्रस्तुत किया है. സാലിം അലിയെ ഓർത്തിട്ട്, അദ്ദേഹത്തെ സ്മരിച്ചിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതിലദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിചിത്രമാണ് കാണുന്നത്, അദ്ദേഹത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പറ്റിയൊക്കെയാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. यहाँ भाषा की रवानी और अभिव्यक्ति की शैली दिल को छूती है. भाषा की रवानी
और अभिव्यक्ति की शैली दिल को छूती है. അതായത് ഭാഷാ കി റവാണി എന്ന് പറഞ്ഞാൽ ആ ഭാഷയുടെ ആ പ്രവാഹവും പിന്നെ അഭിവ്യക്തി അതായത് എക്സ്പ്രസ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്ത് എഴുതുന്ന ആ ശൈലി അത് ശരിക്കും മനസ്സിന് തട്ടുന്ന തരത്തിലാണ് ഉള്ളത്. സാവ്ലെ സപ്നോ കി യാദ്, ഇത് ജാബിർ ഹുസൈൻ എഴുതിയ ഒരു സംസ്മരണാണ്. അദ്ദേഹം സാലിം അലി, തൻ്റെ മിത്രം സാലിം അലിയെ പറ്റിയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. സംസ്മരൺ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറ്റി ഓർത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങൾ ഓർത്തിട്ട്, അതായത് സ്മൃതി അല്ലേ, അവരെ പറ്റി ഓർത്തിട്ട് എഴുതുന്ന ഒരു ലേഖനമാണ് സംസ്മരൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാലിം അലിയെ പറ്റിയാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത് ഒരു ഡയറിയുടെ രൂപത്തിൽ. സാലിം അലി ഒരു പ്രസിദ്ധനായിട്ടുള്ള പക്ഷിപ്രേമിയും പിന്നെ പ്രകൃതി സ്നേഹിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ, അദ്ദേഹം അന്തരിച്ചു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ലേഖകൻ വളരെയധികം ദുഃഖിതനാണ്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് എഴുതിയ ഒരു ഡയറിയുടെ രൂപത്തിൽ എഴുതിയ ഒരു ലേഖനമാണ് ഇത്, സാവ്ലെ സപ്നോ കി യാദ്, സംസ്മരൺ. सुनहरे परिंदों के खूबसूरत पंखों पर सवार सांवले सपनों का एक हुजूम मौत की खामोश वादी की तरफ अग्रसर है. സുനഹരെ പരിന്തെ, അതായത് സ്വർണ്ണ നിറത്തിലുള്ള പക്ഷികൾ, അവരുടെ ഭംഗിയുള്ള ഖൂബ്സൂരത് പങ്കോം പർ, ഭംഗിയുള്ള ചിറകുകൾ, അതിലെന്താണുള്ളത്? സവാർ സാവ്ലെ സപ്നെ, സാവ്ലെ സപ്നെ എന്ന് പറഞ്ഞാൽ ഇരുണ്ട സ്വപ്നങ്ങൾ. ഇവിടെ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം തന്നെ എന്തായിരിക്കാം? കാരണം സലിം അലി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അതിൽ അദ്ദേഹം വളരെയധികം, ലേഖകൻ വളരെയധികം ദുഃഖിതനാണ് എന്ന് കാണിക്കുന്നതാണ് ഇവിടെ. ഇരുണ്ട സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ ഇരുണ്ടുപോയി. सुनहरे परिंदों के खूबसूरत पंखों पर सवार सांवले सपनों का एक हुजूम मौत की खामोश वादी की तरफ अग्रसर है. ആ സുവർണ പക്ഷികളുടെ ആ സുന്ദരമായ ചിറകുകളിൽ ആ ഇരുണ്ട സ്വപ്നങ്ങളും കൊണ്ട് ആൾക്കൂട്ടം മൗത് കി ഖാമോഷ് വാദി കി തരഫ്, മരണത്തിൻ്റെ ആ നിശബ്ദമായ താഴ്വാരത്തിലോട്ട് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. മുന്നോട്ട് അവർ നീങ്ങുകയാണ് ആൾക്കൂട്ടം. അഗ്രസർ ഹോന, മുന്നോട്ട് നീങ്ങുക. അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെയും ആ ഇരുണ്ട സ്വപ്നങ്ങളെയും കൊണ്ട് ആളുകൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ശവം ശ്മശാനത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിൻ്റെ അന്തിമയാത്രയാണ്. കോയി റോക്ക് ടോക്ക് സക്കെ കഹാ സംഭവ് ഹെ, ഇതാരെയും ആർക്കും ഇത് തടയാൻ സാധ്യമല്ല. മരണവും ജനനവും ഒന്നും ഞങ്ങളുടെ കയ്യിലല്ല, ഇതാർക്കും തടയാൻ സാധ്യമല്ല. ഇസ് ഹുജൂം മേ ആകെ ആകെ ചൽ രഹേ ഹെ സാലിം അലി. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഏറ്റവും മുന്നിൽ നടന്നു പോകുന്നത് സാലിം അലിയാണ്. എല്ലാവരും അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് അല്ലേ. അപ്നെ കന്ധോം പർ സേലാനിയോं की तरह अपने अंतहीन सफ़र का बोझ उठाए. അപ്പോൾ ഒരു സേലാനിയെ പോലെ, അതായത് ഒരു യാത്രികൻ എങ്ങനെയാണോ തൻ്റെ തോളുകളിൽ ആ ഭാരവും ചുമന്നുകൊണ്ട് യാത്രയാകുന്നത്, അതുപോലെ തന്നെ സാലിം അലിയും തൻ്റെ അന്തഹീൻ സഫർ, അതായത് ഒരു എൻലെസ് ആയിട്ടുള്ള ഒരു യാത്ര, അവസാനമില്ലാത്ത ഒരു യാത്രയിലോട്ട് അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ് ആ ഭാരവും ചുമന്നുകൊണ്ട്. ലേക്കിൻ യഹ് സഫർ പിछले തമാം സഫറും സെ ഭിന്ന ഹെ. പക്ഷേ ഇപ്രാവശ്യം ഈ യാത്ര മറ്റ് യാത്രകളിൽ നിന്നും, മറ്റ് എല്ലാ യാത്രകളിൽ നിന്നും, ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ യാത്രകളിൽ നിന്നും തമാം സഫറും സെ ഭിന്ന ഹെ, ഭിന്നമാണ്, വ്യത്യസ്തമാണ്. भीड़ भाड़ की ज़िंदगी और तनाव के माहौल से सालिम अली का यह आखिरी पलायन है. भीड़ भाड़ की ज़िंदगी और तनाव, അതായത് ഈ തിക്കും തിരക്കും പിന്നെ ഈ സ്ട്രെസ്സും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഈ ലോകം അല്ലേ, ഈ ലോകത്തിലെ അലിക്ക യഹ് ആഖിരി പലായൻ, ഈ ലോകത്തിൽ നിന്നും ഇങ്ങനെ തിരക്കിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു യാത്രയാണിത്. ആഖിരി പലായൻ ഹെ. अब तो वो उस वन पक्षी की तरह प्रकृति में विलीन हो रहे हैं जो जिंदगी का आखिरी गीत गाने के बाद मौत की गोद में जा बसा हो. अब तो वो उस वन पक्षी की तरह है. ആ വനത്തിലെ ഒരു പക്ഷിയെ പോലെയാണ് അദ്ദേഹം ഇപ്പോൾ. ആ പ്രകൃതിയിൽ ആ പക്ഷി എങ്ങനെയാണോ വിലീനയാകുന്നത്, ജോ ജിന്ദഗി കാ ആഖിരി ഗീത് ഗാനെ കെ ബാദ്, തൻ്റെ അവസാന പാട്ട് പാടിയതിന് ശേഷം എങ്ങനെയാണോ
ആ പ്രകൃതിയിലോട്ട് വിലീനമാകുന്നത്, അതായത് മരണപ്പെടുന്നത് അല്ലേ. ഗാനയ്ക്ക് ബാദ് മൗത് കി ഗോദ് മേ ജാ ബസാഹോ, ആ മരണത്തിൻ്റെ വായിൽ പോയതുപോലെ, അതായത് പ്രകൃതിയിലോട്ട് വിലീനമായതുപോലെ തന്നെ कोई अपने जिस्म की हरारत और दिल की धड़कन देकर भी उसे लौटाना चाहे तो वह पक्षी अपने सपनों के गीत दोबारा कैसे गा सकेगी. അതായത് ആ ആർക്കെങ്കിലും തൻ്റെ ശരീരത്തിലെ ആ ചൂടും പിന്നെ ആ എന്താണ് ദിൽക്കി ധഡ്കൻ, ആ നെഞ്ചിടിപ്പും ആ പക്ഷിക്ക് നൽകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ എപ്പോഴും ഓർക്കാറുണ്ട് അല്ലേ. ആർക്കെങ്കിലും ജീവൻ നൽകാൻ സാധിച്ചിരുന്നെങ്കിൽ, എൻ്റെ ജീവൻ എടുത്തിട്ട് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ജീവിയെ ഒരു ജീവൻ നൽകാൻ സാധിച്ചു ഇരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അത് സാധ്യമാണോ? അല്ല. ഉസെ ലോട്ടാന ചാഹേ तो वह पक्षी अपने सपनों के गीत दोबारा कैसे गा सकेगा. പക്ഷെ എങ്കിലും അങ്ങനെ തിരിച്ചു വന്നാൽ തന്നെ, അങ്ങനെ ജീവൻ നൽകാൻ സാധിച്ചാൽ തന്നെ അതെങ്ങനെ അതിൻ്റെ ആ പാട്ട് വീണ്ടും അത് പാടാൻ സാധിക്കുമോ? ആ സപ്നോ കെ ഗീത് ദോബാര കേസെ ഗാ സക്കേഗി, ആ സ്വപ്നത്തിലെ ആ പാട്ട് എങ്ങനെ പാടാൻ സാധിക്കും ആ പക്ഷിക്ക്? അതായത് സാലിം അലിയെ ഒരു വനത്തിലെ ആ പക്ഷിയെ പോലെയാണ് ലേഖകൻ പറയുന്നത്. ആ വനത്തിലെ ആ പക്ഷിയെ പോലെ അദ്ദേഹം ആ പ്രകൃതിയിലോട്ട് അലിഞ്ഞു ചേരുകയാണ്. മുझे नहीं लगता कोई सोए हुए पक्षी को जगाना चाहेगा. എനിക്ക് തോന്നുന്നില്ല, ലേഖകൻ പറയുകയാണ്, എനിക്ക് തോന്നുന്നില്ല ഇനി ഈ പക്ഷിയെ ആരെങ്കിലും ഉണർത്താൻ ശ്രമിക്കുമെന്ന്. എന്തുകൊണ്ടെന്നാൽ സലിം അലി തൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് ഈ പക്ഷികൾക്ക് വേണ്ടിയിട്ടും. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ തിരക്ക് പിടിച്ച ആ ജീവിതം കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ്, അങ്ങനെ ക്ഷീണിച്ചുറങ്ങുകയാണ് എന്ന ഉദ്ദേശത്തോടെയാണ് ലേഖകൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പക്ഷിയെ ആരും ഇനി ഉണർത്താൻ ആഗ്രഹിക്കത്തില്ല, കാരണം അദ്ദേഹം അത്രയ്ക്ക് ക്ഷീണിച്ചിരിക്കുകയാണ്. वर्षों पूर्व खुद सलीम अली ने कहा था कि लोग पक्षियों को आदमी की नज़र से देखना चाहते हैं. കുറേ വർഷങ്ങൾക്ക് പണ്ട് അദ്ദേഹം സലിം അലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുകൾ പക്ഷിയോക്കോ ആദ്മിക്ക് നസർ സെ ദേഖ്ന ചാഹത്തെ, പക്ഷികളെ മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ കാണാൻ ആഗ്രഹിക്കുന്നു. യോ ഇൻകി ഭൂൽ ഹൈ ठीक उसी तरह जैसे जंगलों और पहाड़ों, झरनों और अप्सराओं को वो प्रकृति की नज़र से नहीं ആദ്മി കി നസർ സെ ദേഖ്നെ കോ ഉത്സുക് രഹത്തെ ഹെ. അതായത് മനുഷ്യർ സ്വാർത്ഥരാണ് എന്നാണ് സലിം അലി പറഞ്ഞത്. യ ഉൻകി ഭൂൽ, അവരുടെ തെറ്റാണ്. ഠീക്ക് ഉസി തറ, എങ്ങനെയാണോ അവർ ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ, അതായത് ജെസെ ജംഗലവും ഓർ പഹാഡവും, പിന്നെ ഝർണവും ഓർ ആബ്ഷാറും, ജംഗൽ കാടുകൾ, പിന്നെ പർവ്വതങ്ങൾ, പിന്നെന്താണ് ഝർണ അതായത് വെള്ളച്ചാട്ടം, പിന്നെ അബ്ഷാറും എന്ന് പറഞ്ഞാലും വെള്ളച്ചാട്ടം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അബ്ഷാറും को वो प्रकृति की नज़र से नहीं आदमी की नज़र से देखने को उत्सुक रहते हैं. അപ്പോൾ പ്രകൃതിക്ക് വേണ്ടിയിട്ട് പ്രകൃതിയുടെ കാഴ്ചപ്പാടിലല്ല മനുഷ്യർ കാണാൻ ആഗ്രഹിക്കുന്നത്. പ്രകൃതി അതിൻ്റേതായിട്ടുള്ള വഴി അത് മനുഷ്യർ വിടാൻ തയ്യാറല്ല. മനുഷ്യർ അവരുടെ കാഴ്ചപ്പാടിലാണ് ആ പ്രകൃതിയെ കാണാൻ ആഗ്രഹിക്കുന്നത്. देखने को उत्सुक रहते हैं. അതായത് മനുഷ്യരുടെ സ്വാർത്ഥതയാണ് അദ്ദേഹം ആ സമയത്ത് സ്വാർത്ഥതയെ പറ്റിയാണ് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞത്. भला कोई आदमी अपने कानों से पक्षियों की आवाज़ का मधुर संगीत सुनकर अपने भीतर रोमांच का सोता फूटता महसूस कर सकता है. അപ്പോൾ ആ മനുഷ്യരെന്താണ് പക്ഷിയുടെ ആ ശബ്ദം പോലും, പക്ഷികളുടെ ആ മധുരമായിട്ടുള്ള സംഗീതം പോലും ആസ്വദിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്നെ ഭീതർ രോമാഞ്ച് കാ സോത്ത ഫുട്ട മെഹസൂസ് കർ സക്താ ഹെ. മനുഷ്യർക്ക് ആ കഴിവില്ല, അതായത് ആ മാധുര്യം, ആ പക്ഷികളുടെ സംഗീതത്തിലുള്ള ആ മാധുര്യം മനസ്സിലാക്കാനുള്ള ആ കഴിവ് മനുഷ്യർക്കില്ല എന്നാണ് സലിം അലി പറഞ്ഞത്. एहसास की ऐसी ही एक ऊबड़ खाबड़ ज़मीन पर जन्मे मिथक का नाम है സലീം അലി. അപ്പോൾ ഇങ്ങനെ തന്നെ, അതായത് ആ ഫീലിങ്ങിൻ്റെ ഊബഡ് ഖാബഡ് എന്ന് പറയാൻ കാരണം അദ്ദേഹം വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഊബഡ് ഖാബഡ് ജമീൻ പർ ജന്മേ മിഥക് കാ നാം. മിഥക് എന്ന് പറഞ്ഞാൽ മിത്ത്, ഇംഗ്ലീഷ് വേർഡിൻ്റെ ഒരു ഇതാണ് മിഥക്. കാ നാം ഹെ സലീം അലി. അങ്ങനെ മിഥ്യയിലുള്ള, അതായത് അദ്ദേഹം വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. पता नहीं इतिहास में कब कृष्ण ने वृंदावन में रासलीला रची थी और शोक गोपियों को अपनी शरारतों का निशाना बनाया था.
ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല ഇതിഹാസത്തിൽ എപ്പോഴാണ് ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നതെന്നും ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ എപ്പോഴാണ് ഗോപികമാരുമായിട്ടൊക്കെ എന്താണ് രാസലീല രചിച്ചതെന്നും ഒന്നും കുസൃതികൾ അല്ലേ ശ്രീകൃഷ്ണൻ്റെ എല്ലാ രാസലീലകളും എല്ലാം എപ്പോഴായിരുന്നു എന്താണ് നടന്നത്, ഈ സംഭവങ്ങളൊക്കെ നടന്നത് എപ്പോഴാണെന്ന് പോലും അറിയത്തില്ല. കബ് മാഖൻ ഭരെ ഭാണ്ഡെ ഫോഡേ थे, ദൂത് ഛാലി സെ അപ്നെ മുँह ഭരേ थे. എപ്പോഴാണ് ശ്രീകൃഷ്ണൻ തൻ്റെ വെണ്ണ നിറച്ചിരിക്കുന്ന ആ കുടം പൊട്ടിച്ചതെന്നും പിന്നെ പാലും ക്രീമും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് ക്രീമും ഒക്കെ എടുത്തിട്ട് തൻ്റെ വായിൽ എപ്പോഴാണ് നിറച്ചതെന്ന് പോലും അറിയത്തില്ല. कब वाटिका में छोटे छोटे किंतु घने पेड़ों की छां में विश्राम किया था. എപ്പോഴാണ് കൃഷ്ണൻ ആ വാട്ടികയിൽ എങ്ങനെയാണ് ചെറിയ ചെറിയ എന്താണ് മരങ്ങൾ അല്ലേ, ആ ഘനെ പേടോക്കെ, അതായത് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ മരങ്ങളുടെ താഴെ തണലിൽ എപ്പോഴാണ് വിശ്രമിച്ചതെന്ന് പോലും അറിയില്ല. കബ് ദിൽ കി ധഡ്കനോं को एकदम से तेज करने वाले अंदाज में बंसी बजाई थी. എപ്പോഴാണെന്ന് പോലും അറിയില്ല ശ്രീകൃഷ്ണൻ തൻ്റെ ഓടക്കുഴൽ ഊതിയിട്ട് എന്താണ് നെഞ്ചിടിപ്പ് കൂട്ടുന്ന തരത്തിലുള്ള ഓടക്കുഴൽ എപ്പോഴാണ് വായിച്ചതെന്ന് പോലും അറിയത്തില്ല. ബൻസി ബജായി थी. और पता नहीं कब वृंदावन की पूरी दुनिया संगीतमय हो गई थी. അത് എപ്പോഴാണ് നടന്നത് എന്നറിയത്തില്ല. മുഴുവൻ വൃന്ദാവനവും എന്താണ് സംഗീതമയമായിട്ട് മാറിയത് ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ വായന കൊണ്ട്. യസ് സബ് കബ് ഹുവാ था. ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? ഇതൊക്കെ മിഥക് ആണ് എന്നാണ് ലേഖകൻ പറയുന്നത്. എങ്ങനെയാണോ സലിം അലി ഒരു മിഥക്കാണ്, അതായത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഭാവുകത അതൊന്നും ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതേ രീതിയിലാണ് ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണൻ്റെ ആ രാസലീലകൾ ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതും മിഥക്കാണ്. लेकिन कोई आज भी वृंदावन आए तो नदी का सांवला पानी उसे पूरे घटनाक्रम की याद दिला देगा. പക്ഷേ എങ്കിലും വൃന്ദാവനത്തിൽ ഇപ്പോൾ അതായത് ഈ യാത്രികർ പോവുകയാണെങ്കിൽ തന്നെ ആ നദിയുടെ ആ സാംവലാപ്പണ ഇരുണ്ട വെള്ളം അല്ലേ, കാലിന്തി നദി ആ ഇരുണ്ട വെള്ളം ഉസെ പൂരേ ഘട്ടനാക്രം കി യാദ് ദിലാ ദേഗ. ആ മുഴുവൻ സംഭവങ്ങളെയും അത് ഞങ്ങളെ ഓർമ്മിക്കാൻ ഇടയാക്കും അല്ലേ. എല്ലാം ഞങ്ങളുടെ ഓർമ്മയിലത് വരും, എല്ലാ കാര്യങ്ങളും. അതായത് അവിടെ നടന്ന ആ പണ്ടത്തെ ഇതിഹാസത്തിൽ നിന്നും ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ, ശ്രീകൃഷ്ണനെ പറ്റി, വൃന്ദാവനത്തെപ്പറ്റി, ആ കാളിന്തി നദിയെപ്പറ്റിയൊക്കെ ആ കാര്യങ്ങൾ ഞങ്ങളുടെ ഓർമ്മയിൽ വരും. हर सुबह सूरज निकलने से पहले जब पतली गलियों से उत्साह भरी भीड़ नदी की ओर बढ़ती है तो लगता है जैसे उस भीड़ को चीर कर अचानक कोई सामने आएगा और बंसी की आवाज़ पर सब किसी के कदम थम जाएंगे. ആ സമയത്ത് ലേഖകൻ പറയുകയാണ്, വൃന്ദാവനത്തിൽ ആയിരിക്കുമ്പോൾ സുബ എല്ലാ രാവിലെയും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഇടവഴികളിലൂടെ വന്ന് ഒരുമിച്ച് ഉത്സാഹത്തോടെ കൂടിച്ചേർന്ന് ആ നദിയിലോട്ട് പോകാറുണ്ട്. ആ സമയത്ത് തോന്നിപ്പോകും എങ്ങാനും ശ്രീകൃഷ്ണൻ അവിടെ എത്തിച്ചേരുമോ എന്ന്. ആളുകളുടെ ഇടയിലൂടെ അല്ലേ അവരെ തട്ടി മാറ്റി അവിടെ എത്തിച്ചേരുകയും പിന്നെ ബൻസിക്ക് ആവാസ്, ആ ഓടക്കുഴൽ ഊതി ആ ഓടക്കുഴലിൻ്റെ ശബ്ദം കേട്ട് മറ്റുള്ളവർ അവർ നടക്കുന്നത് അത് നിന്നു പോകും, അതായത് അവരവിടെ നിന്നു പോകുമെന്ന് പോലും തോന്നിയിട്ടുണ്ട്. हर शाम सूरज ढलने से पहले जब वाटिका का माली सैलानियों को हिदायत देगा तो लगता है जैसे बस कुछ ही क्षणों में वो वहीं आ टपकेगा और संगीत का जादू वाटिका के भरे पूरे माहौल पर छा जाएगा. വൈകുന്നേരമാവുമ്പോൾ ആ ഒരു വിശ്വാസമുണ്ട് ആളുകളുടെ, ആ വാട്ടിക്കയിൽ വൈകുന്നേരമാവുമ്പോൾ ശ്രീകൃഷ്ണൻ എത്തിച്ചേരുകയും അവിടെ ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ കേൾക്കാൻ സാധിക്കുമെന്നും. അപ്പോൾ ആ സമയത്ത് വൈകുന്നേരമാവുമ്പോൾ അവിടുത്തെ മാലി എല്ലാവരെയും അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ സമയത്ത് തോന്നും പെട്ടെന്ന് കുറച്ച് ങ്ങൾക്കുള്ളിൽ അവിടെ ശ്രീകൃഷ്ണൻ എത്തിച്ചേരുമെന്ന് തോന്നും. പിന്നെ ആ സംഗീതത്തിൻ്റെ ആ മാജിക് അല്ലേ അത് അവിടെ മുഴുവനും ഇങ്ങനെ പരന്ന് വരും എന്നും തോന്നുമായിരുന്നു. ഭരേ പുരേ മാഹോൽ പർ ഛാജായക, ആ ആളുകൾ നിറഞ്ഞിരിക്കുന്ന ആ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ വായന കേൾക്കാൻ സാധിക്കും എന്നതാണ് ആളുകളുടെ വിശ്വാസം. ആ സമയത്ത് ലേഖകനും അങ്ങനെ തോന്നും. അതെന്താണ് മിഥക്കായിട്ടാണ് ലേഖകൻ പറയുന്നത്. എങ്ങനെയാണോ സലീം അലി ഒരു മിഥക്കാണ് അതുപോലെയാണ് ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ. വൃന്ദാവൻ കഭി കൃഷ്ണ കി ബാൻസുരി കെ ജാദു സെ ഖാലി ഹുവാ ഹെ ക്യാ.
വൃന്ദാവനം ഒരിക്കലും ശ്രീകൃഷ്ണൻ്റെ ആ ഓടക്കുഴലിൻ്റെ ആ മായാജാലത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. അതായത് ഇപ്പോഴും അവിടെ ശ്രീകൃഷ്ണൻ്റെ ആ ഓടക്കുഴൽ ഇപ്പോഴും അവിടെ മുഴങ്ങുന്നുണ്ട് എന്നാണ് ആളുകളുടെ വിശ്വാസം. അത് തനതായ അതിൻ്റെ പ്രൂഫോ ഒന്നുമില്ല എങ്കിൽ പോലും ആളുകൾ അതിനെ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെയാണ് ഇവിടെ പറയുന്നത്, മിഥക്കോं की दुनिया में इस सवाल का जवाब तलाश करने से पहले. അപ്പോൾ ആ ഒരു ലോകം, അതായത് വൃന്ദാവനം എന്ന പോലെയുള്ള അതുപോലത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പ്, സവാൽ കാ ജവാബ്, അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് एक नज़र कमज़ोर काया वाले उस व्यक्ति पर डाली जाए. അതായത് അതിന് മുമ്പ് ഈ വ്യക്തി, അതായത് ക്ഷീണിതനായിരിക്കുന്ന കംസോർ കായാവാലെ, വീക്കായിട്ടുള്ള ഈ ശരീരമുള്ള ഈ മനുഷ്യനെ പറ്റി ആദ്യം അറിയാം. അതായത് സാലിം അലിക്ക് നാംസെ ജാനത്തെ, അദ്ദേഹത്തിൻ്റെ പേര് സാലിം അലിയാണ്. ഉമ്രക്കോ ശത്തി തക് പहुंचने में थोड़े ही दिन तो बचे रहे थे. അപ്പോൾ വയസ്സ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ 100 പോവുകയായിരുന്നു, കുറച്ച് ദിവസങ്ങളെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ संभव है लंबी यात्राओं की थकान ने उनके शरीर को कमज़ोर कर दिया हो और कैंसर जैसी जानलेवा बीमारी उनकी मौत का कारण बनी हो. അപ്പോൾ ലേഖകൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ നീളമുള്ള യാത്രകൾ, ആ പക്ഷികളെയും തേടിയുള്ള ആ യാത്രകളായിരിക്കാം അദ്ദേഹത്തിനെ ക്ഷീണിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ശരീരം ക്ഷീണിക്കാൻ കാരണം അതായിരിക്കാം. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഓർ ക്യാൻസർ ജേസി ജാൻലേവ ബിമാരി ഉൻകി മൗത്ത് കാ കാരൺ ബനി ഹോ, അങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിന് ക്യാൻസർ പോലത്തെ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള അസുഖം വന്നതും പിന്നെ മരണത്തിന് കാരണമായതും. അദ്ദേഹം അത്രയധികം പരിശ്രമശാലിയായിരുന്നു. लेकिन अंतिम समय तक मौत उनकी आंखों से वह रोशनी छीनने में सफल नहीं हुई जो पक्षियों की तलाश और उनकी हिफाजत के प्रति समर्पित थे. അതായത് അദ്ദേഹം പക്ഷികളെ തേടിയും പിന്നെ അവരുടെ സംരക്ഷണത്തിനു വേണ്ടിയും ഒക്കെ അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ എയിം. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോഴും അദ്ദേഹം പറയുകയാണ്, ലേഖകൻ പറയുകയാണ്, അന്ത്യം വരെ മരണത്തിന് അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകളുടെ ആ വെളിച്ചം തട്ടിപ്പറിക്കാൻ സാധിച്ചില്ല. അപ്പോഴും അദ്ദേഹം അതേ ജോലി തുടരുകയായിരുന്നു. സലിം അലിക്ക് ആँखों पर चढ़ी दूरबीन उनकी मौत के बाद ही तो उतरी थी. അദ്ദേഹത്തിൻ്റെ തോളുകളിൽ, അതായത് അദ്ദേഹം ഇങ്ങനെ കഴുത്തിലിടാറുണ്ടായിരുന്നു ദൂർബീൻ, ടെലസ്കോപ്പ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഉൻകി മൗത്ത് കെ ബാദ് ഹി തോ ഉത്തരി തി, അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമേ അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും അഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിന് ശേഷം മാത്രമേ അത് എടുത്തിട്ടുള്ളൂ. അത്രയും കാലം, അതായത് അദ്ദേഹം അന്തരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ ദൂർബീൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അപ്പോഴും പക്ഷികളെ തേടിയും പക്ഷികളുടെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. ഉൻ ജൈസാ ബേർഡ് വാച്ചർ ഷായദ് ഹി കോയി ഹുവാ ഹോ, അദ്ദേഹത്തെ പോലത്തെ ബേർഡ് വാച്ചർ ആരും ഉണ്ടാകത്തില്ല ഈ ലോകത്ത് എന്നാണ് ലേഖകൻ പറയുന്നത്. റെയറാണ്. लेकिन एकांत क्षणों में सलीम अली बिना दूरबीन भी देखे गए हैं. അപ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ഏകാന്ത ക്ഷണവും എപ്പോഴെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തെ സലീം അലി ബിനാ ദൂർബീൻ ബി ദിഖായി ഗയേ, ദൂർബീൻ ഇല്ലാതെയും കാണപ്പെട്ടിട്ടുണ്ട്. അതെപ്പോഴാണ്? दूर क्षितिज तक फैली ज़मीन और झुके आसमान को छूने वाली उनकी नज़रों में कुछ कुछ वैसा ही जादू था जो प्रकृति को अपने घेरे में बांध लेता है. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് അത്രയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പറ്റിയാണ് പറയുന്നത്, അത്രയും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. ദൂർ ക്ഷിതിജ് തക്, അതായത് ക്ഷിതിജ് എന്ന് പറഞ്ഞാൽ ഭൂമിയും ആകാശവും ഒത്തുചേരുന്ന ഒരു ഇടം. ക്ഷിതിജ് തക് ഫാലി ജമീൻ ഓർ ജുക്കെ ആസ്മാൻ കോ, ജമീനും ആസ്മാനും ഒരുമിക്കുന്ന ആ സ്ഥലം ക്ഷിതിജ്. ചുനേവാലി ഉൻകി നസറോമേ, അദ്ദേഹത്തിൻ്റെ നസർ, അദ്ദേഹത്തിൻ്റെ കാഴ്ച, അതിനെപ്പറ്റിയാണ് പറയുന്നത്. കുച്ച് കുച്ച് വൈസാ ഹി ജാദു താ, അത്രയും മാജിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം. ജോ പ്രകൃതിക്കോ അപ്നെ ഘേരെ മേ ബാന്ധ് ലേത്താ താ, ആ വ്യക്തിത്വം കാരണം എല്ലാം അദ്ദേഹത്തിനോട് അട്രാക്റ്റ് ആവുമായിരുന്നു. ആ പ്രകൃതിക്കോ അപ്നെ ഘേരെ മേ ബാന്ധ് ലേത്താ ഹെ ഉൻകാ വ്യക്തിത്വം. പിന്നെ सालिम अली उन लोगों में थे जो प्रगति के प्रभाव में आने की बजाय प्रगति को अपने प्रभाव में लाने के कायल होते हैं. ലേഖകൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ്. സലിം അലി ഉൻ ലോഗോ മേ ഥേ ജോ പ്രകൃതി കെ പ്രഭാവ മേ ആനെ കി ബജായ്, അതായത് അദ്ദേഹം സ്വയം പ്രകൃതിയുടെ പ്രഭാവത്തിൽ വരാതെ
പ്രകൃതി അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിലോട്ടാണ് വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അത്രയ്ക്ക് അട്രാക്റ്റീവായിരുന്നു. उनके लिए प्रकृति में हर तरफ एक हंसती खेलती रहस्य भरी ദുനിയ പസ്രീത്തി. അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ പ്രകൃതി എന്നത് അദ്ദേഹത്തിൻ്റെ ചുറ്റും എന്താണ് ചിരിച്ചും കളിച്ചുമുള്ള ഒരു രഹസ്യഭരി ദുനിയ, രഹസ്യം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതായത് പക്ഷികളെ പറ്റി അറിയാനുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇനിയും അറിയാനുണ്ടായിരുന്നു. അപ്പോൾ രഹസ്യഭരി ദുനിയാണ് അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നത്. ഈ ദുനിയ ഉന്നോനെ ബഡി മെഹനത്ത് സെ അപ്നെ ലിയെ ഗഡി തി. വളരെ പരിശ്രമിച്ചാണ് അദ്ദേഹം ആ ലോകം തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഗഡി തി. ഇസ്കെ ഗഡ്നെ മേ ഉൻകി ജീവൻ സാത്തി തെഹമീനനെ കാഫി മദത് പਹੁഞ്ചായി തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോകം തന്നെ പണിതെടുക്കാൻ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു. അതായത് രഹസ്യമയായിട്ടുള്ള ആ പക്ഷികളുടെ ആ ലോകം. അപ്പോൾ ആ ലോകം പണിതെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവൻ സാത്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യ തെഹമീനനെ കാഫി മദത് പਹੁഞ്ചായി. തെഹമീനയും അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു. തെഹമീന സ്കൂൾ കെ ദിനോമേ ഉൻകി സഹപാഠി രഹി थी. തെഹമീന സ്കൂൾ കാലത്ത് സഹപാഠിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. अपने लंबे रोमांचकारी जीवन में ढेर सारे अनुभवों के मालिक सालिम अली एक दिन केरल के साइलेंट वैली को रेगिस्तानी हवा के झोंकों से बचाने का अनुरोध लेकर चौधरी चरण सिंह से मिले थे. അപ്പോൾ അദ്ദേഹം വേറൊരു സംഭവം പറയുകയാണ്, ലേഖകൻ സലീം അലിയെ പറ്റി വേറൊരു അനുഭവം പറയുകയാണ്. അപ്നെ ലംബേ രോമാഞ്ചകാരി ജീവൻ മേ, അദ്ദേഹം സാലിം അലി തൻ്റെ ജീവിതത്തിൻ്റെ ആ രോമാഞ്ചകരമായിട്ടുള്ള ആ ജീവിതത്തിൻ്റെ ആ നീളമുള്ള രോമാഞ്ചകരമായിട്ടുള്ള ആ ജീവിതത്തിൽ നടന്ന കുറേ കാര്യങ്ങൾ, ഢേർ സാര അനുഭവം കെ മാലിക് സാലിം അലി എക് ദിൻ, ഒരു ദിവസം കേരൾ കെ സൈലൻറ്റ് വാലിക്കോ, അതായത് കേരളത്തിലെ സൈലൻറ്റ് വാലിയിൽ ഒരു രഗിസ്ഥാനി ഹവാക്കെ ജോങ്കോസെ ബച്ചാനേക്ക് അനുരോധിലേക്കർ. അപ്പോൾ ആ സമയത്ത് സൈലൻറ്റ് വാലിയിൽ സ്പീഡിൽ, അതായത് വേഗത്തിലൊരു കാറ്റ് അടിക്കാൻ ഇടയുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞു, അതായത് രഗിസ്ഥാനി ഹവ. അപ്പോൾ അതിൽ നിന്നും ആ കാടിനെ രക്ഷപ്പെടുത്തണം എന്ന രീതിയിൽ അദ്ദേഹം റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൗധരി ചരൺ സിംഗ് സെ മിലെ थे. उसके लिए वे चौधरी चरण सिंह से मिले थे. അപ്പോൾ സൈലൻറ്റ് വാലിയിലെ ആ രഗിസ്ഥാനി ഹവാക്കെ ജോങ്കോ സെ ബച്ചാനെ കെ ലിയെ, അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, കാരണം അത് പക്ഷികൾക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തും. അപ്പോൾ ചൗധരി സാബ് ഗാവ് കി മിട്ടി പർ പഡ്നെ വാലി പാനി കി പെഹ്ലി ബൂന്ദ് കാ അസർ ജാനേ വാലി നേതാ थे. അതായത് അദ്ദേഹം ഒരു കർഷകനായിരുന്നു, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ ചൗധരി സാബ് ഗാവ് കി മിട്ടി പർ പഡ്നെ വാലി പാനി കി പെഹ്ലി ബൂന്ദ് കാ അസർ ജാനേ വാലി നേതാ थे. ആദ്യത്തെ മഴയിൽ വരുന്ന ആ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഇതറിയുന്ന എഫക്റ്റ്, അല്ലെ, മണ്ണിലുണ്ടാകുന്ന എഫക്റ്റ് അറിയുന്ന ആളായിരുന്നു എന്നാണ് പറയുന്നത് ലേഖകൻ. पर्यावरण के संभावित खतरों का जो चित्र सालिम अली ने उनके सामने रखा, उसने उनकी आंखें नम कर दी थी. അപ്പോൾ അന്തരീക്ഷത്തിന് വരാൻ സാധ്യതയുള്ള ആപത്തുകളെ പറ്റി അദ്ദേഹം ഒരു ചിത്രം മുമ്പിൽ വെച്ചപ്പോൾ, അതായത് അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ചൗധരി സാബിൻ്റെ കണ്ണുകൾ നനഞ്ഞു, അതായത് അദ്ദേഹത്തിന് വിഷമം തോന്നി. ആജ് സലീം അലി നഹി ഹൈ, ചൗധരി സാബ് ഭി നഹി ഹൈ. ഇപ്പോൾ സലീം അലിയും ജീവിച്ചിരിപ്പില്ല, ചൗധരി സാബും ഇപ്പോൾ ഞങ്ങളുടെ ഇടയിലില്ല. कौन बचा है जो अब सौंधी माटी पर उगी फसलों के बीच एक नए भारत की नींव रखने का संकल्प लेगा. ഇനിയിപ്പോൾ ആരാണ് ബാക്കിയുള്ളത്? ആ സോന്തി മാട്ടി, അതായത് മഴ പെയ്യാതെ പിന്നെ പെയ്യുമ്പോൾ ആദ്യത്തെ മഴയിൽ ആ മണ്ണിൽ നിന്നും ഉണ്ടാകുന്ന ഒരു മണം, അല്ലേ, ഒരു സുഗന്ധം. അപ്പോൾ അതിനെയാണ് സോന്തി മാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന മണ്ണിൽ വളർന്നു വരുന്ന ആ വിളവ്, അവിടെ ഭാരതത്തിൻ്റെ തന്നെ ഒരു അടിത്തറ പാകാനായിട്ട് നീം റഖ്നേക്ക സങ്കല്പ ലേഖ, ഒരു പുതിയ ഭാരതത്തെ ആരാണ് ഇനി പടുത്തുയർത്തുക എന്നാണ് ചോദിക്കുന്നത് ലേഖകൻ. कौन बचा है जो अब हिमालय और लद्दाख की बर्फीली ज़मीनों पर जीने वाले പക്ഷിയോं की വക്കാലത്ത് കരേഗ. ഇനിയിപ്പോൾ ആരാണ് ജീവിച്ചിരിക്കുന്നത്? ഹിമാലയത്തിൻ്റെയും ലദ്ദാഖിലെയും ഉള്ള ബർഫീലി, ആ മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന ആ ഭൂമിയിൽ ജീവിക്കുന്ന ആ പക്ഷികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇനി ആരാണുള്ളത് എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. सलीम अली ने अपनी आत्मकथा का नाम रखा था
फॉल ऑफ ए स्पैरो, फॉल ऑफ ए स्पैरो। मुझे याद आ गया D.H. लॉरेंस की मौत के बाद लोगों ने उनकी पत्नी फ्रीडा लॉरेंस से अनुरोध किया कि वह अपने पति के बारे में कुछ लिखे. അപ്പോൾ സലീം അലിയുടെ ആത്മകഥയുടെ പേരായിരുന്നു ഫോൾ ഓഫ് എ സ്പാരോ. പിന്നെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ലേഖകൻ ഇങ്ങനെ ഈ ബുക്കിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് D.H. ലോറൻസിനെ പറ്റിയാണ്, അദ്ദേഹത്തിൻ്റെ മരണത്തെ പറ്റിയൊക്കെ. അപ്പോൾ മുझे याद आ गया D.H. लॉरेंस की मौत के बाद लोगों ने उनकी पत्नी फ्रीडा लॉरेंस से अनुरोध किया कि वह अपने पति के बारे में कुछ लिखे. അപ്പോൾ ഫ്രീഡ ലോറൻസിൻ്റെ അടുത്ത് ആളുകൾ റിക്വസ്റ്റ് ചെയ്ത കാര്യം എനിക്ക് ഓർമ്മ വന്നു. അവരുടെ എന്താണ് പത്തി, അതായത് ഹസ്ബൻഡിനെ പറ്റി എന്തെങ്കിലും എഴുതാനായിട്ട് ആളുകൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് D.H. लॉरेंसिനെ പറ്റി. फ्रीडा चाहती तो ढेर सारी बातें लॉरेंस के बारे में लिख सकती थी. എന്താണ് ഫ്രീഡ വിചാരിച്ചാൽ കുറേ കാര്യങ്ങൾ D.H. लॉरेंसिനെ പറ്റി എഴുതാമായിരുന്നു. लेकिन उसने कहा मेरे लिए लॉरेंस के बारे में कुछ लिखना असंभव सा है. मुझे महसूस होता है मेरी छत पर बैठने वाली गोरैया लॉरेंस के बारे में ढेर सारी बातें जानती है. അപ്പോൾ ഫ്രീഡ ലോറൻസ് പറഞ്ഞത് എന്നേക്കാൾ കൂടുതൽ ആ വീട്ടിലെ ഛത്ത് പർ, അതായത് റൂഫിലുള്ള ഒരു ഗൊറയ്യ, അതായത് സ്പാരോയിന് കൂടുതൽ അറിയാമായിരിക്കും, എന്നേക്കാൾ കൂടുതൽ ലോറൻസിനെ പറ്റി അറിയുന്ന ആളാണ് ഗൊറയ്യ. അപ്പോൾ കുച്ച് ലിഖ്ന അസംഭവ് സാ ഹൈ, അതുകൊണ്ട് D.H. ലോറൻസിനെ പറ്റി എനിക്ക് എഴുതാൻ സാധിക്കത്തില്ല, കാരണം എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ റൂഫിൽ ഉള്ള ആ എന്താണ് സ്പാരോയിനാണ്. കാരണം കൂടുതൽ നേരം അദ്ദേഹം സമയം ചെലവഴിച്ചത് ആ സ്പാരോയിൻ്റെ കൂടെയായിരുന്നു എന്നാണ് ഫ്രീഡ പറയാൻ ഉദ്ദേശിച്ചത്. മുझसे भी ज़्यादा जानती है, वो सचमुच इतना खुला खुला और सादा दिल आदमी था. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഗൊറയ്ക്കറിയാം. वो सचमुच इतना खुला खुला, അതായത് ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. പിന്നെ സാദാ ദിൽ ആദ്മി था, സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. മുംകിൻ ഹെ ലോറൻസ് മേരി റഗോ മേ മേരി ഹഡ്ഡിയോ മേ സമായാ ഹോ, അദ്ദേഹം എന്നിൽ ലയിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് എന്നതാണ് പറയുന്നത്. ലോറൻസ് മേരി റഗോം, എൻ്റെ സിരകളിലും എല്ലുകളിലും അദ്ദേഹം അടങ്ങിയിട്ടുണ്ട്. ലേക്കിൻ മേരെ ലിയെ കിത്ന കഠിൻ ഹെ ഉസ്കെ ബാരെ മേ അപ്നെ അനുഭവം കോ ശബ്ദോം കാ ജാമ പഹനാന. പക്ഷെ എനിക്ക് വളരെയധികം പ്രയാസമാണ് ആ അനുഭവങ്ങളെയൊക്കെ ശബ്ദത്തിലോട്ടാക്കി മാറ്റുന്നത്, അത് പ്രാക്ടിക്കലാക്കുക, അത് എഴുതുക, अमल करना. मुझे यकीन है मेरी छत पर बैठी गोरैया उसके बारे में और हम दोनों के ही बारे में मुझसे ज़्यादा जानकारी रखती है. मुझे यकीन है, എനിക്ക് തീർച്ചയുണ്ട് ഞങ്ങളുടെ ആ റൂഫിലിരിക്കുന്ന ആ ഗൊറയ്യ, ആ സ്പാരോയിന് ഉസ്കെ ബാരമേ D.H. ലോറൻസിനെ പറ്റിയും പിന്നെ ഞങ്ങൾ രണ്ടുപേരെയും പറ്റിയും എന്നേക്കാൾ കൂടുതൽ അറിവുണ്ട് എന്നെനിക്കറിയാം. जटिल प्राणियों के लिए सालिम अली हमेशा एक पहेली बने रहेंगे. ഇവിടെ ജട്ടിൽ എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം മനുഷ്യരെയാണ്. ജട്ടിൽ പ്രാണിയും के लिए സലീം അലി ഹമേഷ एक पहेली बने रहेंगे, അതായത് പസിലാണ്. മനുഷ്യരെ പറ്റി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. बचपन के दिनों में उनकी एयरगन से घायल होकर गिरने वाली नीले कंठ की वह गोरैया सारी ज़िंदगी उन्हें खोज के नए नए रास्तों की तरफ ले जाती रही. ഇനി ലേഖകൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് പറയുന്നത്. ബച്പൻ കെ ദിനോമേ ഉൻകി ഒരു എയർഗൺ ഉപയോഗിച്ചപ്പോൾ ആ സമയത്ത് പരിക്കേറ്റിട്ട് ഒരു നീല കഴുത്തുള്ള ഒരു സ്പാരോ അവിടെ താഴെ വീണിട്ടുണ്ടായിരുന്നു. ജിന്ദഗി ഉന്നെ खोज के नए नए रास्तों की तरफ ले जाती रही. അപ്പോൾ ആ ജീവിതത്തിൽ അതുകൊണ്ട് ആ ഗൊരയെപ്പറ്റി ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അതിനെപ്പറ്റി അറിയണം എന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ജിന്ദഗിയുനെ ഖോജ് അതിനെപ്പറ്റി അറിയാനുള്ള ആ തിരക്കിൽ അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു ആ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ. നയേ റാസ്തോക്കി തരഫ് ലേ ജാത്തി റഹി, അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ വഴികൾ അദ്ദേഹം തേടിക്കൊണ്ടിരുന്നു. ജിന്ദഗി കി ഊഞ്ചായിയോ മേ ഉൻകാ വിശ്വാസ് ഏക് ക്ഷൺ കെ ലിയെ ഭി ഡിഗാ നഹി. ആ ജീവിതത്തിൻ്റെ ആ ഉയരങ്ങളിൽ എത്തുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം ഒരിക്കലും അത് ഡിഗാ നഹി, അത് നശിച്ചില്ല. वो लॉरेंस की तरह നൈസർഗിക് ജിന്ദഗി കാ പ്രതിരൂപ് ബൻ ഗയേ थे. ലോറൻസിനെ പോലെ തന്നെ നൈസർഗിക്, അതായത് സാധാരണ ഒരു ജീവിതം, നൈസർഗിക് ജിന്ദഗി കാ പ്രതിരൂപ് ബൻ ഗയേ थे. അദ്ദേഹത്തിനെ പോലെ അദ്ദേഹത്തിൻ്റെ പ്രതിരൂപം എന്ന രീതിയിലായിരുന്നു സാലിം അലിയും ജീവിച്ചിരുന്നത്. D.H. ലോറൻസിനെ പോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്.
सालिम अली प्रकृति की दुनिया में एक टापू बनने की बजाय अथाह സാഗർ ബൻകർ ഉഭരെ थे. സാലിം അലി ഈ പ്രകൃതിയാകുന്ന ഈ ലോകത്ത് ഒരു ഐലൻഡ് ആകാൻ ആഗ്രഹിച്ചില്ല. അതായത് അതിർത്തികൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സീമിതമല്ലായിരുന്നു. അഥാ സാഗർ ബൻകർ ഉഭരെ थे. അദ്ദേഹത്തിന് സാഗരത്തെ പോലെ വലിയൊരു സാഗരത്തെ പോലെ ഒരു അതിർത്തികളില്ലാത്ത ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. जो लोग उनके भ्रमणशील स्वभाव और उनकी यायावरी से परिचित हैं उन्हें महसूस होता है कि वो आज भी പക്ഷിയോ കെ സുരാഗ് മേ ഹി നിക്ലേ ഹെ. അപ്പോൾ അദ്ദേഹത്തെ പറ്റി അറിയുന്ന ആളുകൾ, അതായത് അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം, ഭ്രമൺശീൽ സ്വഭാവം, പിന്നെ യായാവരി. ഭ്രമൺശീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സ്വഭാവം. പിന്നെ ഉനിക്ക് യായാവരി, ആ യാത്രികൻ യാത്ര നടത്തുന്ന ആ സ്വഭാവം, യായാവരിസെ പരിചിത് ഹെ. അതിനെപ്പറ്റി അറിയുന്ന ആളുകളാണെങ്കിലോ അവരുടെ മനസ്സിൽ ഇപ്പോഴും എന്താണ് തോന്നുക, വോ ആജ് ഭി പക്ഷിയോ കെ സുരാഗ് മേ ഹി നിക്ലേ ഹെ എന്നാണ് അവരുടെ മനസ്സിലും തോന്നുക. ഇന്നും അദ്ദേഹം പക്ഷികളെ തേടിയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തെ പറ്റി അറിയുന്നവർക്ക് ഫീൽ ചെയ്യുക. और बस अब भी गले में लंबी दूरबीन लटकाए अपने खोजपूर्ण नतीजों के साथ लौट आएंगे. എന്നിട്ട് അവർക്ക് ഇതും തോന്നും, എന്താണ്, അദ്ദേഹം തൻ്റെ കഴുത്തിൽ ആ ദൂർബീൻ, ലംബി ദൂർബീൻ, ആ ടെലസ്കോപ്പ് തൂക്കിയിട്ടിട്ട് തൻ്റെ ഖോജ്പൂർ നതീജോं के साथ, അദ്ദേഹം തേടി കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങൾ, പക്ഷികളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തേടി കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വരികയും ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ആളുകൾക്ക് ഇപ്പോഴും അദ്ദേഹത്തെ പറ്റി അറിയുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകും എന്നാണ് ലേഖകൻ പറയുന്നത്. जब तक वो नहीं लौटते क्या उन्हें गया हुआ मान लिया जाए. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം വരുന്നത് വരെ, ജബ് തക് വോ നഹി ലോട്ട്തെ, അദ്ദേഹം ഇപ്പോൾ പക്ഷികളെ തേടി പോയിരിക്കുകയാണ്, അദ്ദേഹം വരുന്നത് വരെ ക്യാ ഉന്നെ ഗയാ ഹുവാ മാൻ ലിയാ ജായ്, അതുവരെ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, അദ്ദേഹം പോയിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് ലേഖകൻ ചോദിക്കുകയാണ്. മേരി ആംഖേ നം ഹെ സലീം അലി തും ലോട്ടോഗേന. മേരി ആംഖേ നം ഹെ, അദ്ദേഹം ദുഃഖിച്ച് അദ്ദേഹം വിഷമിക്കുകയാണ്, കാരണം അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ച് അദ്ദേഹം വിഷമിക്കുകയാണ്. ഉൻകെ ആംഖേ നം ഹെ, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നു. സലീം അലി തും ലോട്ടോഗേന, സലീം അലി നീ തിരിച്ചു വരുമല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഘടന എന്ന് പറഞ്ഞാൽ ബനാന, ഉണ്ടാക്കിയെടുക്കുക. ഹുജൂം എന്ന് പറഞ്ഞാൽ ഭീഡ്, അതായത് ആൾക്കൂട്ടം. പിന്നെ ഝുണ്ട്. പിന്നെ വാദി എന്ന് പറഞ്ഞാൽ ഘാട്ടി, താഴ്വാരം. സോന്ധി എന്ന് പറഞ്ഞാൽ സുഗന്ധിത്, അതായത് ഈ ആദ്യത്തെ മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന ആ മണ്ണിൽ നിന്നും വരുന്ന ആ സുഗന്ധം. പിന്നെ പലായൻ എന്ന് പറഞ്ഞാൽ ദൂസരി ജഗ ചലേ ജാന, ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുക. ഹറാരത്ത് എന്ന് പറഞ്ഞാൽ ഗർമി, ചൂട്. അബ്ഷാർ എന്ന് പറഞ്ഞാൽ ഝർണ, ആബ്ഷാർ എന്ന് പറഞ്ഞാൽ ഝർണ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം. മിഥക് എന്ന് പറഞ്ഞാൽ പ്രാചീൻ പുരാൺ കഥാओं का तत्व जो नवीन स्थितियों में नए अर्थ का वहन करता हो, അതായത് മിഥ്യ. അത് അതിൻ്റെ പ്രൂഫൊന്നും ഉണ്ടാവില്ല എങ്കിലും ഞങ്ങൾ അതിനെ വിശ്വസിക്കുന്നത് മിഥ്യ. മിഥക്. ഷോക്ക് എന്ന് പറഞ്ഞാൽ ചഞ്ചലമായിട്ടുള്ളത്. ഷതി എന്ന് പറഞ്ഞാൽ 100 വർഷ ക സമയം, 100 വയസ്സ്. നൈസർഗിക് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ളത്. സാവ്ലെ സപ്നോ കി യാദ് എന്ന അധ്യായം ജാബിർ ഹുസൈനാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സംസ്മരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാലിം അലിയെ പറ്റി ഓർത്തിട്ട് എഴുതിയ ഒരു ലേഖനമാണിത്. അതുകൊണ്ടാണ് ഇത് സംസ്മരൺ എന്ന് പറയുന്നത്. അദ്ദേഹം ഡയറിയുടെ രൂപത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സാലിം അലി ഒരു പക്ഷി വിജ്ഞാനി, അതായത് പക്ഷി ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം പക്ഷിപ്രേമിയും പിന്നെ പ്രകൃതി സ്നേഹിയും കൂടിയായിരുന്നു. പക്ഷിയും പ്രകൃതിയും ഒക്കെ അതിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഞങ്ങൾ അതിനെ നോക്കണം. അല്ലാതെ മനുഷ്യർ എപ്പോഴും ചെയ്യുന്നത് പോലെ മനുഷ്യരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് അവരെ പ്രകൃതിയെയും മറ്റേ പക്ഷികളെയും ഒക്കെ കാണുന്നത്. അപ്പോൾ അതുപോലെ കാണാതെ അവരുടെ രീതിയിൽ ഞങ്ങൾ ചിന്തിക്കണം. അവർക്ക് എന്താണോ നല്ലത്, അവർക്ക് എന്താണോ വേണ്ടത്, അതും കൂടെ ഞങ്ങൾ ചിന്തിച്ച് ജീവിക്കണം. ഞങ്ങൾ ഒരിക്കലും സ്വാർത്ഥരാകരുത് എന്ന് എപ്പോഴും അദ്ദേഹം തൻ്റെ അഭിപ്രായം പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അദ്ദേഹം പക്ഷികളുടെ സംരക്ഷണത്തിനും പിന്നെ ഈ പ്രകൃതിയുടെ സംരക്ഷണത്തിനുമായിട്ട് അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചു എന്ന് പറയാം. അദ്ദേഹം ഈ ലേഖനത്തിൽ എഴുതുന്നുണ്ട്, എപ്പോഴും സാലിം അലി പറയാറുണ്ട്, മനുഷ്യർ സ്വാർത്ഥരാണ്. അവർ ഒരിക്കലും ആ പക്ഷികളുടെ ആ മധുരമായിട്ടുള്ള ആ സ്വരം അതിനെ അവർ മനോരഞ്ജനത്തിനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമേ അവർ അതിനെ കാണാറുള്ളൂ. പക്ഷെ അതിൻ്റെ ആ ശബ്ദത്തിലുള്ള ആ മാധുര്യം അല്ലാതെ അവരുടെ ആ ഭാവനകളെ കൂടെ മനുഷ്യർ മനസ്സിലാക്കണം എന്നാണ് സാലിം അലി പറയാറുണ്ടായിരുന്നത്.
ലേഖകൻ ഇതിൽ വേറൊരു പക്ഷിപ്രേമി DH ലോറൻസിനെ പറ്റിയും പറയുന്നുണ്ട്. DH ലോറൻസിൻ്റെ ഒരു പ്രതിരൂപമാണ് സാലിം അലി എന്ന് തന്നെയാണ് ലേഖകൻ പറയുന്നത്. കാരണം രണ്ടുപേരും പക്ഷിപ്രേമിയായിരുന്നു, അവരുടെ വ്യക്തിത്വവും ഒരുപോലെയായിരുന്നു. DH ലോറൻസ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തെപ്പറ്റി എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട് എല്ലാവരും ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത്, എന്നേക്കാൾ കൂടുതൽ DH ലോറൻസിനെ പറ്റി അറിയുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ ആ റൂഫിലുള്ള ഒരു ഗൊറയ, അതായത് സ്പാരോയിനാണ്. കാരണം അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത് ആ സ്പാരോയിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ഞങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കുക ആ ഗൊറയ്ക്കായിരിക്കും, അതായത് ആ സ്പാരോയിനായിരിക്കും കൂടുതൽ അറിയുക. സാലിം അലി എങ്ങനെ ഒരു പക്ഷിപ്രേമിയായി എന്നതും ലേഖകൻ ഇതിൽ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം, അതായത് അദ്ദേഹം എയർഗൺ കൊണ്ട് നടക്കുന്ന സമയത്ത് എയർഗൺ കൊണ്ട് ഒരു പക്ഷി അവിടെ താഴോട്ട് വീഴുകയും ചെയ്തു, അതായത് ഗൊറയ്യ, ഒരു സ്പാരോ. അപ്പോൾ അതിൻ്റെ ആ സംഭവം അതിനെ അദ്ദേഹം ട്രീറ്റ് ചെയ്ത് ശരിയാക്കിയെങ്കിലും അത് അദ്ദേഹത്തെ ആ പക്ഷികളെപ്പറ്റി അറിയാനുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു അദ്ദേഹത്തിൽ ആഗ്രഹം ജനിക്കുകയും അങ്ങനെ അദ്ദേഹം പക്ഷികളെപ്പറ്റി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് തൻ്റെ ജീവിതം തന്നെ അതിനായിട്ട് അദ്ദേഹം ഒഴിഞ്ഞു വെച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ അദ്ദേഹം പ്രകൃതിയെപ്പറ്റിയും പക്ഷികളെപ്പറ്റിയും ഒക്കെ അറിയാനായിട്ട് തൻ്റെ ജീവിതം തന്നെ, അതായത് ആ രഹസ്യങ്ങളെപ്പറ്റി, പ്രകൃതിയുടെയും പക്ഷികളെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാനായിട്ട് തൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ അദ്ദേഹം അനുഭവിക്കുകയും അങ്ങനെ തൻ്റെ യാത്ര തുടരുകയും ചെയ്തു. അങ്ങനെ ഈ പ്രകൃതിയും പക്ഷികളും ഒക്കെ ആയിട്ടുള്ളൊരു ലോകം പണിതുയർത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ട്. അങ്ങനെ ആ ലോകം പണിതുയർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തെഹ്മീന, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠിയായിരുന്നു, ആ പത്നിയും തൻ്റെ സഹകരണം നൽകിയിരുന്നു. അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു. സൈലൻറ്റ് വാലി, അതായത് കേരളത്തിലെ സൈലൻറ്റ് വാലിയിൽ രാജസ്ഥാനിൽ നിന്നും വരുന്ന ആ കാറ്റ് നാശനഷ്ടങ്ങൾ വരുത്താൻ ഇടയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ചൗധരി ചരൺ സിംഗിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് സംരക്ഷണത്തിനുള്ള എല്ലാ ഉപാധികളും അദ്ദേഹത്തിനോട് നൽകാനായിട്ട് അനുരോധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനോട് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് വരുത്താനിടയാകുന്ന കുറേ നാശനഷ്ടങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം സലിം അലി പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അങ്ങനെ വരാനിടയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് അദ്ദേഹം വളരെയധികം ശ്രമിച്ചു. അദ്ദേഹം വൃന്ദാവനത്തിലെ ശ്രീകൃഷ്ണനെ പറ്റി പറയുന്നു. അതായത് ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ വൃന്ദാവനത്തിൽ തൻ്റെ മായാജാലം ഇങ്ങനെ പരത്തിയിരിക്കുന്നു, അതുപോലെയാണ്, അതായത് എത്രയോ വർഷം മുമ്പ് ശ്രീകൃഷ്ണൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെന്നും ശ്രീകൃഷ്ണൻ്റെ ആ രാസലീലയും പിന്നെ ശ്രീകൃഷ്ണൻ തൻ്റെ വെണ്ണ നിറഞ്ഞിരിക്കുന്ന ആ കുടം പൊട്ടിച്ച് വെണ്ണ കഴിക്കുന്നതുമൊക്കെ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഥകളിലൂടെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അതിനായിട്ടുള്ള ഒരു പ്രൂഫും ഇല്ല. അതായത് ശ്രീകൃഷ്ണൻ ശരിക്കും ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ എന്നൊന്നും അറിയത്തില്ല. എങ്കിൽ പോലും ആളുകൾ ഇപ്പോഴും ആ വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഇപ്പോഴും അവർക്ക് ആ ശ്രീകൃഷ്ണൻ്റെ ആ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ സാലിം അലിയും ഒരു മിഥക്കാണ് എന്നാണ് ലേഖകൻ പറയുന്നത്. അതായത് സാലിം അലിയുടെ ഗുണങ്ങളെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് പ്രൂഫ് കൊടുക്കാൻ സാധ്യമല്ല. എങ്കിൽ പോലും അദ്ദേഹം തൻ്റെ കഴിവുകൾ കാരണം അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ലേഖകൻ പറയുന്നത്. സാലിം അലി എപ്പോഴും പറയാറുണ്ടായിരുന്നത് പ്രകൃതിയുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഞങ്ങൾ കാണുക, അതും പക്ഷികളുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ കാണുക. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ അനുവദിക്കുക എന്നാണ് എപ്പോഴും സാലിം അലി പറയാൻ ആഗ്രഹിച്ചത്. ഈ ലേഖനത്തിലൂടെ, അതായത് സാലിം അലിയിലൂടെ ലേഖകൻ യുവതലമുറയെ ബോധവാന്മാരാക്കുകയാണ്. ആ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതും പിന്നെ വനത്തെ സംരക്ഷിക്കുക, പിന്നെ അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കുക, പിന്നെ പക്ഷികളുടെ പ്രജാതി അതിനെ സംരക്ഷിക്കുക, പ്രജാതിയെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ യുവതലമുറയോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്